എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ സൂപ്പാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മട്ടൻ സൂപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, പിന്നെ ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലിയും എടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഒരു തക്കാളിയുടെ പകുതിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൂപ്പിൽ ചേർക്കാനുള്ള മസാലപ്പൊടി തയ്യാറാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇത്രയുമാണ് ചേർക്കുന്നത്. ഇത് ചൂടാക്കുകയൊന്നും ചെയ്യുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് നമ്മളിത് പൊടിച്ചെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ അടുപ്പത്ത് വെക്കാം. ഇത് ഏകദേശം 1/2 കിലോ എല്ലുണ്ട് മട്ടൻ്റെ. ഇത് ഞാൻ എങ്ങനെയാണ് വാങ്ങിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാല് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് എല്ല് മാറ്റിയെടുക്കുമായിരുന്നു ചെയ്തത്. നാട്ടിലാണെങ്കിൽ നമുക്ക് സൂപ്പ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പിന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് പറ്റിയ എല്ല് നമുക്ക് തരും. പക്ഷേ ഇവിടെ പിന്നെ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഇങ്ങനെയാണ് വാങ്ങിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാനൊരു 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ കുക്കറിനകത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചാൽ മതിയോ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളകും കൂടെ ഉണ്ടെന്ന് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഈ 3 പച്ചമുളക് നമുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മസാലയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പ് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ സൂപ്പിൻ്റെ വെള്ളമൊക്കെ വറ്റി നേർ പകുതിയായിട്ടുണ്ട്. അതിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.